8-ാം തീയതി ഉച്ചയ്ക്കൊരു 12 മണിയായപ്പം മോൾ അകത്തിരുന്നതാണ്. അപ്പം താറാവിനെ ഇവള് മുറ്റത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും അടുക്കള വശത്ത് വന്ന പട്ടിയായിരുന്നു. ഞാൻ അതിനെ ഓട്ടിച്ചു വിട്ടു. അതങ്ങനെ കറങ്ങി മുൻവശത്ത് വന്ന് താറാവിനെ പിടിക്കാൻ ചെന്നതാണ്. അപ്പോഴത്തേക്കും മോൾ അവിടെ ഓട്ടിച്ച് താറാവിനെ പഠിക്കാൻ വന്നപ്പോൾ ഷൂന്ന് ഓട്ടിച്ചപ്പോഴത്തേക്കും പട്ടി മോടെ പുറത്തോട്ട് ചാടി വീണപ്പോൾ കൈയുടെ ഇത്രയും ഭാഗം കടിച്ച്, ഒരു പല്ല് നല്ല ആഴത്തിന് ഇറങ്ങിയിട്ട് അവിടെ മൊത്തവും പഴുപ്പ് പോലെ, അതായത് അകത്തുള്ള മസിൽസ് എല്ലാം വെളിയിൽ വരത്തക്ക വിധത്തിന് അങ്ങ് ഹോള് പോലായി. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കഴുകി അപ്പം തന്നെ ഹെൽത്തിൽ കൊണ്ടുപോയി. അവിടെ വെച്ചും കാര സോപ്പിട്ട് കുറേ കഴുകി അതിനകത്തുണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം പറിച്ച് കളഞ്ഞു. അവിടുന്ന് ഒരു റാബിസ് വാക്സിൻ എടുത്തുകൊണ്ട് നേരെ പുനലൂർ താലൂക്കിൽ കൊണ്ടുപോയി അവിടെ കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്തു. മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്ത് ഒരു 2:30 ആയപ്പോഴത്തേക്ക് മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു സർജനെ മുറിവ് കാണിച്ചെങ്കിൽ മാത്രമേ ഡ്രസ്സ് ചെയ്യാവോ സ്റ്റിച്ച് ചെയ്യാവോ എന്നറിയാവോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടുത്തെ സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ പ്രൈവറ്റ് ആയാലും സർജനെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു. മെഡിസിറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്കും പിറ്റേന്ന് മെഡിസിറ്റി കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന് മുറിവെല്ലാം ക്ലീൻ ചെയ്തു, ഡ്രസ്സ് ചെയ്ത് തന്നിട്ട് പറഞ്ഞു ഡെയിലി മുറിവ് ഉണങ്ങുന്നിടം വരെ ഞാൻ ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നേ. അങ്ങനെ മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ മുറിവ് ഫുൾ കരിഞ്ഞു, കുഴപ്പമില്ല. ഞെക്കി നോക്കിയപ്പോൾ വേദനയൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഇനി മോളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു, അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു, ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി, കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ കാണിക്കുന്ന പീഡിയാട്രിഷ്യനെ തന്നെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ചൂടിനുള്ള മരുന്ന് ഡോളോ തന്നു. അപ്പം സാധാരണ അവൾക്ക് ഫീവർ വരുമ്പോൾ ചൂട് കുറയാൻ താമസിക്കും. അപ്പം അന്ന് ഞാൻ ഡോളോ കൊടുത്തിട്ടും കുറയാഞ്ഞ് പിന്നെ അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ വിജയ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അവൾക്ക് ഒരു 1.5 വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഒരു റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. കാഷ്വാലിറ്റി വന്നു.